അനുഗ്രഹീതമായ ഈ കർത്തൃദിനത്തിൽ കർത്താവിനെ അക്ഷയമായി സ്നേഹിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന ദൈവമക്കളുടെ നടുവിൽ കർത്താവിൻ്റെ ഒരു സാക്ഷിയായിട്ട് നിൽപ്പാൻ ദൈവം അവസരം നൽകിയതുകൊണ്ട് നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. And I thank and praise God for the time and opportunity He has given me to be a witness for His name in the midst of this congregation this morning. എൻ്റെ ചിരകാല സുഹൃത്ത് കർത്താവിൽ എനിക്ക് പ്രിയനായ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ മനു തോമസിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. I praise and thank God for my childhood friend Pastor Manu Thomas. ഈ സഭയ്ക്ക് വളരെ ആത്മനിറവോടെ ദൈവാഭിഷേകത്തോടെ ശുശ്രൂഷകൾക്ക് നേതൃത്വം കൊടുക്കുവാൻ ദൈവം അദ്ദേഹത്തെ ഉപയോഗിക്കുന്നത് കാണുവാനിടയായതിൽ ഞാൻ അതിയായി സന്തോഷിക്കുന്നു. And I thank and praise the Lord that I'm able to see him leading the church in a very anointed way. കർത്താവിന്റെ ദാസനെയും അദ്ദേഹത്തിന്റെ കുടുംബത്തെയും കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. May God continue to bless him and his family. ക്രൈസ്തവ കൈരളിക്ക് മറക്കാൻ കഴിയാത്ത ഒട്ടനവധി സംഭാവനകൾ നൽകിയ അനുഗ്രഹീതമായ ഒരു കുടുംബമാണ് കപ്പമാമ്പൂട്ടിൽ കുടുംബം. And also the Kapamamutl family is another family I cannot forget. പ്രിയ കർത്താവിന്റെ ദാസൻ പാസ്റ്റർ തോമസ് ശാമുവേൽ അദ്ദേഹത്തിന്റെ തൂലികയിലൂടെ ഒരുപാട് അനുഗ്രഹീതമായ ഗ്രന്ഥങ്ങൾ ദൈവ സഭയ്ക്ക് പ്രയോജനം ഭവിക്കുന്ന ഒരുപാട് ലേഖനങ്ങളൊക്കെ എഴുതുവാൻ ഇടയായിട്ടുള്ളത് എനിക്ക് കേൾക്കുവാനും വായിക്കുവാനും ഇടയായിട്ടുണ്ട്. And I've been able to read Pastor Thomas Samuel's letters and books that he has blessed the church with over the years. പ്രിയ കർത്താവിന്റെ ദാസനെ പ്രത്യേകം അഭിവാദ്യം ചെയ്യുന്നു. And I wanted to recognize him specially. ഈ സഭയ്ക്ക് അനുഗ്രഹീതമായ ശുശ്രൂഷകൾക്ക് സഹായികളായിട്ട് നിൽക്കുന്ന കർത്തൃദാസന്മാർ കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ഡാനിയൽ ലൂക്കോസ്, പാസ്റ്റർ മോനച്ചൻ ലൂക്കോസ്, പ്രിയമുള്ളവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. And I thank and praise God for the other servants of the Lord who are in this church, Pastor Daniel Lucas, Pastor Mamachin Lucas. Pastor Anil Matthew, ദൈവദാസനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. And I thank and praise God for Pastor Anil Matthew as well. ദൈവം ധാരാളമായിട്ട് പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കട്ടെ. May God bless all the dear ones in this church. കടന്നു വന്നിരിക്കുന്ന മാതാപിതാക്കൾ, സഹോദരി സഹോദരന്മാർ, വാത്സല്യമുള്ള കുഞ്ഞുങ്ങൾ എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ അനുഗ്രഹീതമായ നാമത്തിൽ സ്നേഹവന്ദനങ്ങൾ. And I greet you all in the matchless name of the Lord this morning. പ്രിയ കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ജോഷിനെ രാവിലെ കാണുവാനിടയായി. And I was able to see Pastor Joshin this morning. അദ്ദേഹത്തിന്റെ പിതാവിന്റെ പ്രസംഗങ്ങളൊക്കെ എന്നെ വല്ലാതെ ആകർഷിച്ചിട്ടുണ്ട്. And his father's messages have inspired me. ദൈവം അദ്ദേഹത്തിന്റെ ശുശ്രൂഷകളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. May God പ്രാർത്ഥിക്കുന്നു. continue to bless his ministry. ഞങ്ങളോടുകൂടെ കുവൈറ്റിൽ ആരാധിച്ചുകൊണ്ടിരുന്ന കർത്താവിന്റെ ദാസൻ പ്രിയ ജോൺസൺ ലൂക്കോസിനെയും പ്രിയ ബ്ലസ്സിയെയും മക്കളെ ഇവിടെ കാണുവാനിടയായതിൽ ദൈവത്തെ സ്തുതിക്കുന്നു. And I'm also grateful to see Brother Johnson Lucas and family here. We used to worship together. ദൈവത്തിന്റെ കൃപ ധാരാളമായിട്ട് പ്രിയ മക്കളുടെ മേലും കർത്താവ് പകരട്ടെ എന്ന് ദൈവസ്ഥനിൽ പ്രാർത്ഥിക്കുന്നു. And may God continue to bless your family as well. ഞാൻ ഫെയ്ത്ത് തിയോളജിക്കൽ സെമിനാരി പഠിക്കുമ്പോൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കപ്പെടുന്ന ഒരു വ്യക്തിയായിരുന്നു പാസ്റ്റർ മനു തോമസ്. And so when I was in seminary school, someone I looked at was Pastor Manu. വളരെ നിഷ്കളങ്കനായി വളരെ നിരപവാദിയനായിട്ട് ദൈവനാമത്തിനു വേണ്ടി നിന്ന ഒരു പ്രിയപ്പെട്ടവനാണ് അദ്ദേഹം. He is a man of God that very innocently and humbly stands for the word of the Lord. യേശു നഥനയേലിനെ കുറിച്ച് പറഞ്ഞല്ലോ, ഇവൻ സാക്ഷാൽ ഇസ്രായേലിൽ ഇവനിൽ കപടമില്ല എന്ന്. As Jesus said about Nathanael, truly he is an Israelite with no deceit. അദ്ദേഹത്തെ കാണുമ്പോഴൊക്കെ ഞാൻ വിചാരിക്കാറുണ്ട്, ആർക്കും ഉപദ്രവമില്ലാതെ മർത്യയായുസിൽ ജീവിതം മുന്നോട്ട് നയിക്കാനായിട്ട് സമർപ്പിക്കപ്പെട്ട ഒരു വ്യക്തിയാണല്ലോ അദ്ദേഹം എന്ന്. So when I see him, I see he is not someone that bothers anyone but submits himself to do the work of the Lord. ഞാൻ ഫ്ലാറ്ററി പറയല്ല. I'm not saying simple flattery. അദ്ദേഹം നടക്കുമ്പോൾ ഭൂമിക്ക് പോലും ഒരു പ്രശ്നം ഉണ്ടാകില്ലെന്ന് പറഞ്ഞായിരുന്നു. He's the type of person that even when he walks he doesn't want to disturb the ground underneath him. ഒരു ഉറുമ്പിനോ ഒരു ഇൻസെക്ട്സിനോ ഒന്നിനും ഒരു പ്രയാസവും ഇല്ലാതെ എങ്ങനെയെങ്കിലും ഈ മർത്യയായുസിൽ ആർക്കും ഒരു ഉപദ്രവം കൂടാതെ ജീവിക്കണമെന്നുള്ള സമർപ്പിക്കപ്പെട്ട ഒരു വ്യക്തി. He is such a mentality. He wants to live his life without even disturbing the ants below him. 3 പതിറ്റാണ്ട് മുമ്പുള്ള കാലമാണ് ഞാൻ 30 കൊല്ലം മുമ്പുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. And I'm talking to you from decades before. ഖത്തറിൽ വെച്ച് ഞാൻ കണ്ടപ്പോൾ അദ്ദേഹത്തെ നടക്കുന്ന കാണാൻ നോക്കിയെങ്കിലും കാര്യമായിട്ട് നടക്കുന്ന കാണാൻ പറ്റിയില്ല. And so when in Qatar I was not able to see him much. എന്നാൽ ഇവിടെ വന്ന് ഞാനൊന്ന് സൂക്ഷിച്ചു, പണ്ടത്തെ നടപ്പിന് ഒരു മാറ്റവും ഇല്ല. And so but now when he has come here I've seen him and he has not changed one bit. അങ്ങനെ അനുഗ്രഹീതനായ ഒരു പാസ്റ്ററെ നിങ്ങൾക്ക് ലഭിച്ചതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. And I thank God that you have received such a blessed pastor. എൻ്റെ ബ്രദറിലോട് മകൻ പ്രിയ ജോഷുവ എന്നോട് കൂടെയുണ്ട്. And my brother-in-law's son Joshua is here with me. എല്ലാവരെയും കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. May God bless all of us. നല്ലൊരു ട്രാൻസ്ലേറ്ററാണ് എനിക്ക് ലഭിച്ചത്. അനുഗ്രഹീതമായിട്ട് കർത്താവിൻ്റെ ശുശ്രൂഷയെ പ്രശോഭിച്ച ഒരു ദേവദാസന്റെ കുടുംബത്തിൽപ്പെട്ട പ്രിയപ്പെട്ടവനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇനി പ്രസംഗം ഒരു വഴിക്ക് പോയാലും അദ്ദേഹം പ്രസംഗത്തിന് ഞാൻ ട്രാൻസ്ലേറ്ററായി മാറാൻ സാധ്യതയുണ്ട്. ദൈവദാസനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഓക്കെ, ഞാൻ പെരുമ്പാവൂരാണ് പ്രവർത്തിക്കുന്നത്. ഞാൻ ജനിച്ചു വളർന്നതൊക്കെ പെരിന്തൽമണ്ണ എന്ന് പറയുന്ന സ്ഥലത്താണ്. And my native place is in Kerala.
ദൈവത്തിൻ്റെ കൃപയാൽ ഞങ്ങളുടെ ദേശത്തെ ആദ്യമായിട്ട് കർത്താവിൻ്റെ വേല തുടങ്ങിയത് എൻ്റെ പിതാമഹനാണ് പാപ്പി ഉപദേശി അഥവാ പാസ്റ്റർ KM തോമസ്. And Pastor KM Thomas, who's related to me, is the one that started the first Pentecostal ministry in our area. 1948 കുമ്പനാട്ടു എന്നാണ് എൻ്റെ വലിയപ്പച്ചൻ സുവിശേഷ വേലയ്ക്ക് വേണ്ടി നിലമ്പൂർ വരുവാനിടയായത്. And in 1948, from Kumbanad, my forefather came to do the ministry. അദ്ദേഹത്തിൻ്റെ കൊച്ചുമകനായിട്ട് ഇന്ന് കർത്താവിൻ്റെ സാക്ഷിയായിട്ട് നിൽക്കുവാൻ ദൈവമിടയാക്കിയതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. And I thank and praise God as his grandson I'm able to continue to carry the word of God this morning. പെരുമ്പാവൂർ സെൻട്രൽ 25-ലധികം സഭകളും കർത്തൃദാസന്മാരുമുണ്ട്. And there are many churches and members in the churches I oversee. ഞങ്ങളുടെ ദേശത്തെ കർത്താവിൻ്റെ രാജ്യത്തിൻ്റെ വ്യാപനത്തിന് വേണ്ടി ഞങ്ങൾക്ക് പ്രയാണം ചെയ്യുവാൻ കർത്താവ് കൃപ തരുന്നു. And God is continuing to use us for his ministry and his kingdom in the area that he has placed us. സുവിശേഷീകരണത്തോടുള്ള ബന്ധത്തിൽ ഞങ്ങൾ ഇപ്പോൾ ചെയ്യുന്ന ഒരു പ്രധാന ശുശ്രൂഷയാണ് മുറ്റത്തെ കൺവെൻഷൻ എന്ന് പറയുന്നത്. മുറ്റത്തെ കൺവെൻഷൻ വീടിന്റെ ഫ്രണ്ടിൽ നടക്കുന്ന യോഗം. And so a part of a big ministry that we're doing right now is in the front yard ministry. കോവിഡ് കഴിഞ്ഞതിന് ശേഷം വീടാന്തരം കയറി ഇറങ്ങാനായിട്ടുള്ള ഒരുപാട് തടസ്സങ്ങളുണ്ട്. Now there are many restrictions due to COVID that we could not go in and out of houses like we did before. ആദ്യം ഞങ്ങൾ അങ്ങനെ ഒരു യോഗം നടത്തിയപ്പോൾ above 50,000 rupees ഞങ്ങൾക്ക് ചെലവായി. And so when we did a meeting like that, we got spent above 50,000 rupees. എന്നാൽ ഇത് സ്വന്തമായിട്ട് മൈക്കും ജനറേറ്ററും ചെയറുകളും മറ്റെല്ലാ ക്രമീകരണങ്ങളും ഉണ്ടെങ്കിൽ അത് വളരെ ചെലവ് കുറഞ്ഞ് നടത്താമെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. So we understood that if we owned our own sound equipment, we could do it at a much lower cost. അതിനുവേണ്ടി ആഗ്രഹിച്ചു. ദൈവം അതെല്ലാം ഞങ്ങൾക്ക് നൽകി തരാനിടയായി. And so we desired that and God provided for us. അതുകൊണ്ട് നമ്മുടെ വിശ്വാസികൾ താമസിക്കുന്ന വീടിന്റെ ഫ്രണ്ടിലെ യോഗങ്ങൾ നടക്കുമ്പോൾ 10-30 വീട്ടുകളിൽ ഇരുന്നുകൊണ്ട് ആളുകൾക്ക് കേൾക്കാനും ചിലരൊക്കെ വന്ന് കേൾക്കാനും ഒക്കെ ഇടയാകുന്നു. So what we do is open air meetings in the front yard of our believers' homes, and the surrounding neighbors are able to hear and come and be blessed. അതുകൊണ്ട് ഇപ്പോൾ ഒരു 1,000 രൂപ 1,500 രൂപ കൊണ്ട് ഒരു യോഗം സന്തോഷമായിട്ട് നടക്കാനായിട്ട് കഴിയുന്നു. And so for several thousand rupees now a meeting can happen. എൻ്റെ പ്രധാനപ്പെട്ട ശുശ്രൂഷ പരസ്യയോഗത്തിൽ പ്രസംഗിക്കുക എന്നുള്ളതായിരുന്നു. And so my main ministry is to speak in open air meetings. ഞാൻ തിയോളജിക്കൽ സെമിനാരി പഠിക്കുമ്പോൾ കൂടുതൽ പ്രസംഗിച്ചിട്ടുള്ളത് പരസ്യയോഗങ്ങളിലാണ്. And so when I was in seminary I spoke mainly in open air meetings. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള എല്ലാ ജില്ലകളിലും കർത്താവിന്റെ രാജ്യത്തിന് വേണ്ടി തെരുവിൽ നിൽക്കുവാനായിട്ട് ദൈവം എനിക്ക് അവസരം നൽകിയിട്ടുണ്ട്. And God has enabled me to stand at many stops in open air meetings to preach the gospel. അപ്പോൾ ഞങ്ങൾക്ക് ഇപ്പോൾ എല്ലാ എക്യുപ്മെന്റ്സും ഉണ്ട്. And so we have all the equipment with us. അതുകൊണ്ട് ഞങ്ങൾ ഈ സജ്ജീകരണങ്ങളെല്ലാം പലയിടങ്ങളിലായി സുവിശേഷത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. And so we want to spread the gospel because of that. ഞങ്ങൾ അതിനോട് ബന്ധപ്പെട്ട ഒരു വാഹനം വാങ്ങിക്കാനായിട്ട് ആഗ്രഹമുണ്ട്. And so we are desiring to buy a vehicle for എൻ്റെ that. യാത്രയുടെ ഒരു ലക്ഷ്യം അതും കൂടിയാണ്. And that is part of my travel as well. അപ്പോൾ തന്നെ പുതിയ ചില വർക്കുകൾ ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നു. And so I'm also desiring to start some new ministries. അതിനും ഒരു സാമ്പത്തികമായിട്ടുള്ള ആവശ്യങ്ങളുണ്ട്. And there are some financial needs for that as well. ഇത് ചെറിയ സഭയാണ്, ഞാൻ നിങ്ങളോട് ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. And so to a small church I'm just telling you. ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായിട്ട് May God അനുഗ്രഹിക്കട്ടെ. bless each one of you. നിങ്ങളോട് അറിയിക്കുവാനായിട്ട് എനിക്ക് പരിശുദ്ധാത്മാ പ്രകാശനം നൽകിയ ഒരു ദൈവവചന ഭാഗം വായിച്ച് ചില ചിന്തകൾ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ്. Let me share some thoughts that the Holy Spirit wants me to share with you. യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള ഭാഗങ്ങൾ ഒരാൾക്ക് ശബ്ദം ഉയർത്തി വേഗത്തിൽ വായിക്കാം. John chapter 9 from the first verse on. ഓക്കെ, താങ്ക് യു. ഈ ദൈവദിനത്തിനായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. I thank and praise God for this word. മത്തായിയുടെയും മർക്കോസിന്റെയും ലൂക്കോസിന്റെയും സുവിശേഷം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് come and hear യേശു പറയുന്നത്. And so in Matthew and Mark and Luke we see that phrase that Jesus says, come here. എന്നാൽ യോഹന്നാന്റെ സുവിശേഷത്തിൽ നാം ഒരുപാട് സ്ഥലങ്ങളിൽ കാണാൻ കഴിയുന്നു come and see. But in John we see John uses the word that Jesus says, come and see. ദൈവം നമ്മെ വിളിച്ചത് ദൈവവചനം കേൾക്കാൻ മാത്രമല്ല, കേട്ട വചനത്തിന്റെ നിവൃത്തി നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണുവാനായിട്ട് ദൈവം ഈ തലമുറയിൽ നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു. God desires this generation not to simply hear the word but also see the word as well. അനേക പതിറ്റാണ്ടുകളായിട്ട് ദൈവവചനം കേൾക്കുന്നവരുണ്ട്, നാളുകളായിട്ട് ദൈവവചനം അറിയുന്നവരുണ്ട്. പക്ഷേ കേൾക്കുകയും കാണുകയും ചെയ്യുന്നവരുടെ ജീവിതത്തിൽ
ചില നന്മകൾ ഈ തലമുറയിൽ ദൈവം കാണിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. Maybe you have heard the word over the years, but not just to simply hear the word. God wants to bless people who both hear and see the word. ഈ പുസ്തകം കരങ്ങളിൽ എടുത്തതുകൊണ്ട് ഒരുപാട് വചനത്തിന്റെ ആഴങ്ങളിലേക്ക് അഭാഗമായിട്ട് ഒരുപാട് ചിന്തകൾ പ്രാപിക്കാൻ മാത്രമല്ല, ഇതുകൊണ്ട് പ്രയാണം ചെയ്യുന്ന ഒരു ദൈവപൈതലിന്റെ ജീവിതത്തിൽ അവൻ ചില നന്മകൾ കാണുവാൻ ദൈവം ഇന്ന് പകൽ നമ്മെ കുറിച്ച് ആഗ്രഹിക്കുക. And our point of studying the word is not just to look deep into the word and understand the mysteries, but to exercise the word and see the blessing of the word as well. ചില നന്മകളൊന്നും കാണിക്കത്തില്ലെന്ന് ശത്രു വാദിച്ചാലും അനന്യാസ് കൈവച്ചപ്പോൾ ശൗലിന്റെ കണ്ണിൽ നിന്ന് തിമിരം താഴെ വീണതുപോലെ ഈ ആരാധന വന്നിരിക്കുന്ന നമ്മുടെ മേൽ ദൈവത്തിന്റെ ശക്തി വ്യാപരിച്ച് കാണിക്കത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് ശത്രു ഇട്ടിരിക്കുന്ന തിമിരങ്ങളെ മുഴുവൻ മാറ്റി പുത്തൻ ഒരു കാഴ്ചയ്ക്ക് വേണ്ടി ദൈവം നമ്മെ അഭിഷേകം ചെയ്യുകയാണ്. But as Ananias prayed for Saul, even though the devil did not let Saul see, when Ananias put his hands on Saul's eyes, like scales fall from his eyes and his eyes were opened, God wants our eyes to be opened so we can walk in that anointing. ഈ സുവിശേഷം ആരംഭിക്കുന്നതിന് വചനത്തിന്റെ ശക്തിയോടുകൂടിയാണ്. And this ministry starts with the power of the word. ഈ സുവിശേഷത്തിൽ നാം വായിക്കുന്ന അതിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ്. And John starts off, in the beginning was the word, and the word was with God, and the word was God. ഈ വചനം നമ്മുടെ ജീവിതത്തിൽ അതിന്റെ പൂർണ്ണ പ്രാഗൽഭ്യത്തോടെ അതിന്റെ പവിത്രതയോടെ കൊണ്ടു നടക്കുന്നവൻ ഒരു അത്ഭുതമായി മാറും. And so if those who carry the word carry it with that seriousness, they will be a wonder to many. ഇതിനെ നാം ഏറ്റവും പ്രാധാന്യതയോടെ ഏറ്റവും പവിത്രമായി കാണുവാനിടയാകണം. We need to see the word with the utmost importance. ഇതെങ്ങനെ സൂക്ഷിക്കണമെന്ന് എങ്ങനെ അതിനോട് ബഹുമാനിക്കണമെന്ന് ശലോമോൻ പറയുന്നുണ്ട്. Solomon talks about how we should look at the word and respect the word. കണ്ണിന്റെ കൃഷ്ണമണി പോലെ വേണം ദൈവവചനത്തെ കൊണ്ടുകിടക്കാനെന്നാണ് അദ്ദേഹം We പറഞ്ഞിരിക്കുന്നത്. need to look at the word as the apple of our eye. കണ്ണിന്റെ കൃഷ്ണമണി പോലെ നാം ദൈവവചനത്തെ സൂക്ഷിച്ചാലേ സൂക്ഷിക്കുന്നവന്റെ ചരിത്രം ഒരു അത്ഭുതമാകുമെന്ന്. If we continue to protect the word or respect the word like we do the apple of our eye, we will be blessed. ഓരോരോ തലങ്ങളിൽ ദൈവ പ്രവൃത്തി കാണുമ്പോൾ നീ അറിയാതെ പറയും, this is the Lord's doing, it is marvelous in our eyes. So in any sphere of your life, you'll see the work of the Lord and realize it is marvelous. പലതും ഇതിന്റെ പ്രാധാന്യത്തെ അതിന്റെ പൂർണ്ണതയോടെ കാണുന്നില്ല. And many times we don't look at things with the importance it needs. ഞാൻ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ സെന്ററിൽ ഒരു വിവാഹം നടത്തിയപ്പോൾ ഒരു സഭയുടെ സെക്രട്ടറി കൊണ്ട് നവദമ്പതികൾക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കാനിടയായി. And so the other day I was conducting a wedding in my native place, and so the church secretary brought a gift for the new couple. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇവർക്ക് ഞങ്ങളുടെ സഭയായിട്ട് ഒരു ചെറിയ ഗിഫ്റ്റ് കൊടുക്കാൻ പോവുകയാണ്. And he came and said, I'm giving this gift to this couple on behalf of our church. ചെറിയ ഗിഫ്റ്റ് എന്ന് പറഞ്ഞു കൊടുത്തത് ബൈബിളാണ്. And so that small gift was a Bible. പക്ഷെ പറയുന്ന ചെറിയ ഗിഫ്റ്റ് ആണെന്നാ. But he's saying it's a small gift. ഇതിനോളം വലിയ ഗിഫ്റ്റ് വേറെ ഒന്നുമില്ല. But there is no greater gift than ഒരു this. പേജ് വായിക്കാൻ വേണ്ടി പൂർവ്വകാലങ്ങളിൽ ഒരുപാട് പേര് കഷ്ടം സഹിച്ചതിനെ കുറിച്ചൊക്കെ സഭാചരിത്രം വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നു. If you read church history, you see how many people suffered just to read one page from this book. ഞാൻ 30-35 വർഷമായിട്ട് ഈ ഫീൽഡിൽ നിൽക്കുകയാണ്. And I've been in this field now for 30 years. ഇതിനു മുൻപ് ഇതുപോലെ സഭയുടെ സെക്രട്ടറിമാരും പാസ്റ്റേഴ്സും ഒക്കെ വിവാഹിതരായവരൊക്കെ ഇതിന് ബൈബിൾ കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. And I have seen the Bible being gifted as people get married. എന്നാൽ ഇത് കൊണ്ടുപോയി വെക്കുന്നല്ല, പലരും കാര്യമായിട്ട് വായിക്കാറില്ല. But everyone just takes it and puts it there and doesn't read it seriously. 1:7 വായിക്കാന്ന് പറയുമ്പോൾ കുറെ നേരം കഴിഞ്ഞിട്ട് പുസ്തകം തുറക്കുന്ന ഒരു ശബ്ദം കേൾക്കാം, കീറുന്ന് എന്ന് പറഞ്ഞ യോഗത്തിനിടയിൽ ഇരുന്ന് കീറുകയാണ്. And so when they open the Bible, you can hear the pages rippling. പേജുകൾ തമ്മിലുള്ള ബന്ധം വിട്ടിട്ടില്ലെന്ന്. Because the pages are stuck together, they never open it. 91 സങ്കീർത്തനത്തിന്റെ കാര്യമല്ല ഞാൻ പറയുന്നത്. I'm not talking about any specific psalm. 121 സങ്കീർത്തനത്തിന്റെ കാര്യമല്ല പറയുന്നത്. Not any specific psalm. അത് ആ പേജ് കാണുമ്പോൾ നമുക്കറിയാം ഇവര് ഭയങ്കര ബൈബിൾ വായിക്കുന്ന ആളാണ്. Maybe there's a psalm that we read and we look at it and say they read the Bible a lot. പക്ഷേ മറ്റു പല ഭാഗങ്ങളിലേക്ക് അവർ പോകാറില്ല. But they don't read the full passages. പക്ഷേ ഇന്ന് പകല ഈ വചനം അതിന്റെ പൂർണ്ണതയോടെ വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുകയാണെങ്കിൽ ദൈവവചനം പറയും നീ ഒരു അത്ഭുതമായി മാറുമെന്ന്. And so the word of God said, if you read the word in its completeness and give it the respect that it needs, you will be a miracle. നമ്മുടെ ജീവിതത്തിൽ നാം ചിന്തിക്കേണ്ട, ജീവിതത്തിൽ ഏറ്റവും നല്ല പ്രസംഗം കഴിഞ്ഞു, ഏറ്റവും നല്ല അത്ഭുതം നടന്നു കഴിഞ്ഞു, ഏറ്റവും വലിയ ധീരപ്രവൃത്തി നടന്നു കഴിഞ്ഞു നാം ചിന്തിക്കുമ്പോൾ യേശു നഥനയേലോട് പറഞ്ഞു, ഇതുവരെ കണ്ടതിനേക്കാൾ വലിയത് നീ കാണും. And we see Jesus looked at Nathanael and said, you will see something even greater than this. സമയം കഴിഞ്ഞു പോയെന്ന് ഓർത്ത് ഭാരപ്പെടരുത്. Don't worry that the time is gone. എത്ര കഴക്കം വന്നാലും ദൈവവചനം കരങ്ങളെടുത്ത് ദൈവവൈദ്യുത ഒരു അത്ഭുതമായി മാറും. No matter what the issue is, if you take the word of God in your hand, you will become a miracle. അവരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ പ്രവർത്തിക്കാൻ ദൈവം ശക്തനാണ്. And God is able to do wonders in their life. ഹഗ്ഗായി എന്ന് പറയുന്ന ഒരു പ്രവാചകൻ ഉപയോഗിക്കപ്പെട്ടതിനെ കുറിച്ച് ബൈബിളിലുണ്ട്. And we read about the prophet Haggai. ചെറിയ പ്രായത്തിൽ അദ്ദേഹത്തോട് പ്രവാചകന്മാരിലൂടെ അരുളപ്പെട്ട
വെളിപ്പാട് പറയുന്നവരിലൂടെയും ദൈവം പറഞ്ഞു കാണും, ദൈവം നിന്നെ ഉപയോഗിക്കും, ഈ തലമുറയിൽ ശക്തമായ ഒരു മൈറ്റി വാരിയരായിട്ട് നീ പ്രശോഭിക്കുമെന്നൊക്കെ ദൈവം പറഞ്ഞു കാണും. And at a young age, I can imagine that the prophets and God spoke to Haggai and said, you're going to be a great man of God. ചെറിയ പ്രായത്തിലത്തേക്ക് ഉപയോഗിക്കപ്പെട്ടില്ല. And he did not forsake those things. ആ പ്രവാസത്തിലേക്ക് പോയി. And then he went one day. അവിടെ ദാനിയേൽ എസ്കേലൊക്കെ ഉപയോഗിക്കപ്പെടുന്നത് അദ്ദേഹം കണ്ടു. And at captivity, he saw Daniel being used. അവിടെയും അദ്ദേഹം ഉപയോഗിക്കപ്പെട്ടില്ല. And he did not get used there. അദ്ദേഹം അവിടുന്ന് മടങ്ങി വന്നു. Came back from captivity. ഏകദേശം 85-90 വയസ്സ് പ്രായമായി. And when he was much older in age. ദൈവം ഉപയോഗിക്കുമെന്ന് പറഞ്ഞു, ഇതുവരെ ഉപയോഗിച്ചില്ലെന്ന്. And God had promised he would be used, but he was not used. കാണാൻ കഴിയുന്നു അവസാനം തന്റെ ജീവിതത്തിലെ 90 ദിവസം കൊണ്ട് ദൈവം അദ്ദേഹത്തെ ഒരു അത്ഭുതമാക്കി മാറ്റി. And we see within a few short days, God made him a wonder. കാലം കഴിഞ്ഞു പോയെന്ന് ലോകം പറഞ്ഞാലും അദ്ദേഹത്തിന്റെ തൂലികയിലൂടെ വിരചിതമായ ദൈവിക വെളിപ്പാടുകൾ രേഖപ്പെടുത്തിയ ഒരു പുസ്തകം ബൈബിളിൽ വരാൻ ദൈവത്തിന് കൃപ തോന്നിയെന്ന്. And even though the world looked at him and said, you're much older in days, the Lord did a miracle through him. മരുഭൂമിയിൽ ഈ ജനത്തിന് ആഹാരം കൊടുക്കാൻ പറഞ്ഞപ്പോൾ ശിഷ്യന്മാര് പറഞ്ഞു നേരം വൈകിപ്പോയെന്ന്. And so when the disciples were looking for food, they told Jesus, it's already past നീ time. സമയത്തിന് പ്രസംഗം നിർത്തിയില്ല, നിനക്ക് ഹെർമന്യൂട്ടിക്സ് അറിയത്തില്ല, പ്രസംഗ ശാസ്ത്രം അറിയത്തില്ല, സമയത്ത് നിർത്തിയിരുന്നെങ്കിൽ ജനം പട്ടണത്തിൽ പോയി ആഹാരം കഴിക്കുമായിരുന്നു. ഇപ്പോൾ ഇതാ സമയം വൈകി. They were telling Jesus, you don't know theology. If you had finished your message on time, these people could have had food. But now the time is past. അപ്പോസ്തലന്മാരെ, അഭിഷിക്തന്മാരോ, ലോകം അറിയപ്പെടുന്ന ക്രൂസൈഡ് നടത്തുന്നവരൊക്കെ സമയം പോയി നടക്കത്തില്ലെന്ന് പറഞ്ഞാലും അതിനെ തിരുത്താൻ ഇന്ന് പകൽ ദൈവം തയ്യാറായിട്ട് നമ്മുടെ നടുവിലുണ്ട്. And the God who is able to readjust time, even though the world looked at the apostles and said, they don't know, they don't have time. ഒരു അത്ഭുതം നടക്കത്തില്ലെന്ന് ലോകം പറഞ്ഞാലും ഇതിന്റെ നടുവിൽ ഇന്ന് പകൽ നിനക്ക് വേണ്ടി ഒരു വൻ കാര്യം ചെയ്യാൻ ദൈവം Even വിശ്വസ്തനാണ്. though the world says there's no miracle in your life, He's able to work in your ഈ life. യോഹന്നാന്റെ സുവിശേഷം നാം വായിക്കുമ്പോൾ അത്ഭുതങ്ങളുടെ ഒരു പ്രയാണമാണ് കാണാൻ കഴിയുന്നത്. And we see in John the list of miracles. രണ്ടാം അധ്യായത്തിലേക്ക് വരുമ്പോൾ കെമിസ്ട്രി ശാസ്ത്രത്തെ വെല്ലുവിളിക്കുന്ന ദൈവപ്രവൃത്തി. And we see the work of God that challenges chemistry. ആർക്കിമിഡീസും ആൽബർട്ട് ഐൻസ്റ്റൈനും പൈതഗോറസും ഡാർവിനും പറയും നിനക്കൊരു നന്മ വരത്തില്ലെന്ന്. And they were telling him, you're not going to experience anything good. എന്നാൽ സയൻസിനപ്പുറത്ത് കെമിസ്ട്രിക്കപ്പുറത്ത് വലിയവ ചെയ്യാൻ ഇന്ന് പകൽ ദൈവം ശക്തനാണ്. But God is able and almighty to go beyond science and chemistry. ഒരു രാജഭൃത്യന്റെ മകൻ രാജഭൃത്യൻ വന്നിട്ട് പറയുന്നു മകന് സുഖമില്ല, കർത്താവേ വരണമെന്ന്. അത്ഭുതം നടക്കേണ്ട 26 കിലോമീറ്റർ അകലെയാണ്. And so this temple leader comes to Jesus and says, my child is not well, you need to come and heal them. യേശു വെളിപ്പെടുത്തി യേശുവിനെ കൊണ്ടുപോകാനാണ് അവൻ വന്നത്. പക്ഷെ യേശു പറഞ്ഞു ഞാൻ വന്നില്ലെങ്കിൽ വിടുതൽ നടക്കും. 26 കിലോമീറ്ററുകൾക്കപ്പുറത്ത് യേശു പറഞ്ഞപ്പോൾ തന്നെ വിടുതൽ സംഭവിച്ചെന്ന്. And so he came to take Jesus, but Jesus said, even if I don't come, the miracle will be done, and the miracle was done. ഒരുപാട് ദൂരെ സംഭവിക്കേണ്ട ഒരു വിഷയത്തെ സംബന്ധിച്ച് ആകുലതയോടും ആശങ്കയോടും കൂടെ ഈ ആരാധനയെ സംബന്ധിക്കുന്ന ദൈവത്തിന്റെ പൈതലെ ഇവിടെ ഇരുന്നു കൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ എത്ര വിദൂരതകളിലാണെങ്കിലും അതിവേഗത്തിൽ പാഞ്ഞു എന്ന് അത്ഭുതം പ്രവർത്തിക്കുവാൻ ഈ പകൽ ഞാൻ ആരാധിക്കുന്ന ദൈവം ശക്തനാണ്. No matter how far away your problem is, when you sit here and pray, no matter where your issue is, that prayer can reach that area. പഴക്കത്തെക്കാൾ എത്ര പഴക്കമുള്ള വിഷയത്തിന്മേലും ദൈവം അത്ഭുതം പ്രവർത്തിക്കുന്നു. No matter how old your issue is, God can work. 38 വർഷം പഴക്കമുള്ള വിഷയത്തിന്മേലാണ് ദൈവത്തിന്റെ ശക്തി ആവരിച്ചത്. And we see the work of God on an old issue. യേശുവിന്റെ ശക്തി നാച്ചുറൽ ലോസിന് അപ്പുറത്താണെന്ന് ദൈവവചനം നമ്മെ ഓർപ്പിക്കുന്നു. And his power goes beyond natural works. അവൻ കടലിന് മീതെ നടക്കുവാനായിട്ടിടയായി. He was walking on the water. യേശുവിന്റെ ശക്തി പാപത്തെ ഇല്ലാതാക്കുന്നതാണ്. പാപത്തെ sin. And he goes over sin, his power. മരണത്തിന്റെ മേൽ കർത്താവിന് ജയമുണ്ട്. And he has victory over death. ഇതെല്ലാം യോഹന്നാന്റെ സുവിശേഷത്തിൽ യോഹന്നാൻ പ്രത്യേകമായിട്ട് And we എഴുതിയിരിക്കുകയാണ്. see John highlight all these things. അതുകൊണ്ട് ഒരു പൊത്തുവരുത്തത്തിൽ അവസാനിക്കാൻ ഇടയാകരുത്. And so don't simply look at it without respect. പെന്തക്കോസ്തിന്റെ അനുഭവത്തിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നിന്റെ ജീവിത യാത്രയിലെ ആർക്കും മായ്ച്ചു കഴിയാൻ കഴിയാത്ത ചില വിടുതലുകൾക്ക് സാക്ഷ്യം വഹിക്കാൻ ദൈവം നിന്നെ കുറിച്ച് ആഗ്രഹിക്കുക. And God wants to use you to take that miracle in history to the world. ആരൊക്കെ നടന്ന വഴികളിലൂടെ നടക്കാനല്ല നിന്റെ മുമ്പിൽ വഴി അടയുമ്പോൾ ഇതുവരെ തുറക്കാത്ത ചില വഴികൾ യേശുവിന്റെ നാമത്തിൽ നിന്റെ ജീവിതയാത്രയിലൂടെ തുറക്കുവാൻ ദൈവം നിന്നെ കുറിച്ച് ആഗ്രഹിക്കുക. He wants you to walk in ways not that other people have walked, but he will open the new way for you. യേശു ചിലരോട് ചോദിച്ചു ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം? And Jesus said, what do you want me to do for you? ഇന്ന് പകൽ ഒരു പേപ്പർ ദൈവം നിന്റെ കരങ്ങളിൽ തന്നിട്ട് ഞാൻ നിനക്ക് എന്ത് ചെയ്യണം ചോദിച്ചാൽ എഴുതാൻ ചില വിഷയങ്ങൾ ഉണ്ടായിരിക്കണമെന്ന്. If you get a paper and God asks you, what do you want me to do you have things to write on it? And so a young man was asked, in the next 5 years, what do you want to be? I want to be 25.
അതെങ്ങനെ നിന്നാലും വെറുതെ ഇരുന്നാലും എങ്ങനെ ഇരുന്നാലും നടക്കും. And so even no matter what happens, he's going to turn 25. ഈ ലോകത്തിൽ ഇങ്ങനെ ഒരുപാട് പേരുണ്ട്. And there's a lot of people in the spiritual world like എന്നാൽ this. ദൈവം ആഗ്രഹിക്കുന്നു അതിനപ്പുറത്ത് നിനക്കൊരു ആഗ്രഹം ഉണ്ടാകണമെന്ന്. But Jesus desires you need to have a wish beyond ദൈവത്തിന് that. നിനക്ക് വേണ്ടി ചിലത് ചെയ്യാൻ ആഗ്രഹമുണ്ട്. You need to have desire to work for the അത് Lord. ചെയ്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഇടയാകണം. And you need to do it to glorify Him. ഈ 9-ാം അധ്യായത്തിലെ കാഴ്ചയില്ലാത്തൊരുവനെയാണ് കാണാൻ In കഴിയുന്നത്. this chapter 9, we see a blind man. ആ മനുഷ്യന്റെ കണ്ടുകൊണ്ട് ശിഷ്യന്മാര് ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഇതെങ്ങനെ സംഭവിച്ചു? ഇവന്റെ തെറ്റാണോ അമ്മയപ്പന്മാരുടെ തെറ്റാണോ? ഇവൻ ഇങ്ങനെ സംഭവിച്ചല്ലോ. And so seeing him, the disciples asked Jesus, Rabbi, who sinned, this man or his parents? പക്ഷേ കർത്താവ് പറഞ്ഞു ദൈവപ്രവൃത്തി ഇവങ്കൽ വെളിവാകാനാണ്. But Jesus said, it is that God should be revealed in him. ശിഷ്യന്മാരുടെ വ്യാഖ്യാനം തെറ്റായിരുന്നെന്ന്. And so the disciples' thought process was wrong. നിന്റെ വിഷയങ്ങളെ നോക്കിക്കൊണ്ട് പ്രവാചകന്മാര് വെളിപ്പാട് പറയുന്നവർ അപ്പോസ്തലന്മാരോ ചില വ്യാഖ്യാനം നടത്തി ആ വ്യാഖ്യാനത്തെയാണ് മുറുകെ പിടിക്കുന്നതെങ്കിൽ അതിനപ്പുറത്ത് ദൈവം ഇന്ന് പകൽ ചിലത് ചെയ്യാൻ പോകുകയാണ്. And so many of you are looking at your problem and holding on to what prophets and apostles say, but God is able to do something beyond that. നിന്റെ കയ്യിലിരിക്കുന്ന തെളിവല്ല, തെളിവിനെ നിർവീര്യമാക്കുന്ന മറ്റൊരു തെളിവാണ് ദൈവവചനം ഇന്ന് പകൽ ഉയർത്തുന്നത്. And the proof that you hold in your hand is the word of God. 13 വർഷം യാക്കോബിന്റെ കയ്യിൽ ഒരു തെളിവുണ്ടായിരുന്നു. And Jacob had this proof in his hand for 13 years. എന്റെ മകൻ മരിച്ചുപോയി എന്നുള്ളതിന്റെ തെളിവ്. And this proof was that my son had died. എന്നാൽ 13 വർഷം കഴിഞ്ഞപ്പോൾ യാക്കോബിന് മനസ്സിലായി പിശാച് കൈ കൊണ്ടുവന്ന തെളിവല്ല, അതിനപ്പുറത്ത് പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. But Jacob realized, even though I hold this proof in my hand, there's a work that God does even beyond that. നിന്റെ മാതാപിതാക്കളോ നിന്റെ പ്രിയപ്പെട്ടവരോ നിന്നെ ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടറോ ഏത് സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ പ്രിയപ്പെട്ടവരെ കൈമാറിയതാണെങ്കിലും അതിനപ്പുറത്ത് ഇന്ന് പകൽ ചിലത് ചെയ്യാൻ കഴിയുന്ന ഒരു ദൈവത്തെയാണ് ഈ ആരാധനയുടെ നടുവിൽ നാം ഒരുമിച്ച് ആരാധിച്ച് ഉയർത്തുന്നത്. Even though your parents or those who take care of you may have written you off, there is a God that goes beyond that, and that is a God that we worship today. എന്തെല്ലാം ഇവിടെ നടന്നാലും ഒന്ന് ആരാധിക്കാൻ കഴിയാതെ, സ്തോത്രം ചെയ്യാൻ കഴിയാതെ, സ്തുതിക്കാൻ കഴിയാതെ, ഒരു ദൈവ സാന്നിധ്യം അനുഭവിക്കാൻ കഴിയാതെ അന്ധകാര ശക്തികൾ കൈമാറിയ തെളിവിനെയാണ് നീ കൂടുതലായി കാണുന്നതെങ്കിൽ ഇന്ന് പകൽ ദൈവാത്മാവ് ഓർപ്പിക്കുക, ആ തെളിവിനപ്പുറത്ത് നിനക്ക് വേണ്ടി ശക്തിയോടെ പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. Maybe you are sitting here not able to worship and you're holding these proofs in your hand, but there is a God that can work beyond the proof that you hold. Hallelujah. മകനെ കാണത്തില്ലെന്ന് പറഞ്ഞ ജോസഫ് ഭിന്നത്തേൽ ജോസഫിന്റെ മുമ്പിൽ വന്ന് നിൽക്കാൻ ഇടയായി. And so we see in the life of Jacob that his son Joseph stands right in front of him. എന്നിട്ട് ജോസഫിനോട് പറഞ്ഞു, മോനെ ജോസഫേ, നിന്നെ കാണുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതല്ല. And he looks at his son and says, Joseph, I didn't think I would see you again. എന്നാൽ നിന്നെ മാത്രമല്ല നിന്റെ തലമുറകളെ കൂടെ കാണാൻ സ്വർഗ്ഗത്തിലെ ദൈവം എനിക്ക് കൃപ But not നൽകി. just you, but God has given me the opportunity to see my future generations. ഇതെല്ലാം കണ്ട ദൈവവേദനയെ ദൈവത്തെ സ്തുതിക്കാൻ കഴിയുമോ? And those who have seen this, can you praise the Lord? ദൈവത്തെ മഹത്വപ്പെടുത്താൻ കഴിയുമോ? Can you honor him, glorify him? പല നന്മകൾ ലഭിച്ചിട്ടും പലർക്കും പലയിടത്തും ദൈവത്തെ ആരാധിക്കാൻ കഴിയുന്നില്ല. You have received many goodness of the Lord but not able to worship him. ഒരിക്കലും ഒരു അമ്മയും മോനും കൂടെ ഒരു സൂപ്പർ മാർക്കറ്റിലെ ഒരു മാളിലേക്ക് പോവുകയാണ്. And so there's a story of a mother and son going to the store. ആ മകൻ പറഞ്ഞു, ഈ അങ്കിളാണ് എന്നെ രക്ഷിച്ചതെന്ന്. And so the son points out and says, this uncle is the one that saved me. നാളുകൾക്ക് മുമ്പ് അവർ പിക്നിക്കിൽ പോയപ്പോൾ ഈ കുഞ്ഞ് അബദ്ധവശാൽ വെള്ളത്തിൽ വീണ് പോയി. And so they had gone to a picnic and this boy had fallen into the water. ഇവനെ രക്ഷിക്കാൻ തയ്യാറായില്ല. No one was ready to rescue him. അപ്പോൾ ഈ ചെറുപ്പക്കാരൻ വെള്ളത്തിൽ ചാടി ഇവനെ രക്ഷിച്ചു. And so this young man had jumped into the water to rescue him. ചെറുപ്പക്കാരന്റെ ഓർമ്മ ഈ മകന്റെ മനസ്സിലുണ്ടായിരുന്നു. And so this young boy remembered who saved him. അമ്മയെ കാണിച്ചു കൊടുത്തു, ഈ അങ്കിളാണ് എന്നെ രക്ഷിച്ചത്. And he pointed him out to his mother and said, this is the uncle that saved me. ഈ ചെറുപ്പക്കാരന്റെ അടുക്കലേക്ക് മാതാവ് പോയി. And so this mother went to this uncle. ഈ മോൻ അറിയാമായിരുന്നു നന്ദി പറയാൻ പോയതാണ്. And so the son knew that this mother was going to give thanks. അമ്മ അവന്റെ അടുക്ക് ചെന്നിട്ട് ചോദിച്ചു, കൊച്ചിന്റെ തൊപ്പി എന്തിയാടാന്ന് ചോദിച്ചു. And so the mother went to this uncle and said, where's my son's hat? ചെറുക്കനെ മാത്രമേ കിട്ടിയുള്ളൂ, തൊപ്പി നഷ്ടപ്പെട്ടു പോയെന്ന്. And pretty much saying, you rescued my son but you lost his hat. അതുകൊണ്ടാ ചോദിക്കുന്നത് ബാക്കി എന്ത് ചെയ്യുന്നു. So where's the rest of it? എന്താ സഹോദരാ ദൈവത്തെ സ്തുതിക്കാത്തെ? Why don't you praise the Lord? ബാക്കി നന്മ എന്ത് ചെയ്യുന്നു? You're asking for the rest of the blessing. ദൈവം പറയുന്നു, കിട്ടിയതിനെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം But ചെയ്യുക. Jesus is saying, give thanks for what you have. ദൈവം ചെയ്ത നന്മകളെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുക. Let us thank him for the blessings he has given us. അനേകർക്ക് കാണാൻ കഴിയാത്തതിനെ കാണാൻ നിന്റെ കണ്ണുകളെ ദൈവം പ്രകാശിപ്പിച്ചു ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്ത്. What others cannot see, he has
has opened your eyes to see, and you need to praise Him for ഏറിയ that. രാജാക്കന്മാരെ പ്രവാചകന്മാരെ കാണാൻ ആഗ്രഹിച്ചു, അവർ കണ്ടില്ല. പക്ഷെ നിങ്ങൾക്ക് കാണാൻ കൃപ ലഭിച്ചെന്ന് യേശു പറഞ്ഞതുപോലെ നിന്നേക്കാൾ പ്രാപ്തിയുള്ളവർ പലരും കാണാൻ ആഗ്രഹിച്ചിട്ട് കാണാത്തത് കാണുവാൻ നിന്റെ കണ്ണുകളെ പ്രകാശിപ്പിച്ച ദൈവത്തിന് സ്തോത്രം ചെയ്യണമെന്ന്. But we need to praise the God what many people, the kings and the prophets, have desired to see. You are able to see, and we need to give thanks that our eyes are open to see it. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ ഇന്ന് പകൽ എന്തെങ്കിലും ഭാരങ്ങളോ വേദനകളോ ഉണ്ടെങ്കിൽ ദൈവാത്മാവ് വചനത്തിലൂടെ പറയുക, ദൈവത്തിന്റെ ഒരു പ്രദർശനശാലയായിട്ട് നീ മാറാൻ ദൈവം നിനക്ക് വെച്ചിരിക്കുന്നതാണ് അത്. And so the word of God is given to us as a temple, no matter what issue we are going through in our നിന്റെ life. കഴിവുകളെ ദൈവം തട്ടി ഉണർത്താൻ ആഗ്രഹിക്കുക. God wants to wake up the skill in your life നീ ഒരു അത്ഭുതമായി മാറാൻ ദൈവം so that ആഗ്രഹിക്കുക. you are a miracle and a wonder. ദൈവത്തിന്റെ ഉള്ളം കൈ വഹിക്കപ്പെടുന്ന ഒരു ഉപകരണമായി മാറാൻ നിന്നെ കുറിച്ച് ദൈവം He wants to ആഗ്രഹിക്കുക. use you in the palm of His hand. പിശാച് പൗലോസിനോട് പറഞ്ഞു കാണും, നിന്റെ ശൂലം കൊണ്ട് നീ എവിടെയും എത്തത്തില്ലെന്ന്. The devil probably looked at Paul and said, with that thorn in your flesh, you're not going anywhere. പിന്നത്തേതിൽ പൗലോസിന് മനസ്സിലായി, അനർഹമായി നിർഹളമായി എന്റെ മേൽ പ്രവഹിക്കുന്ന ഈ ദൈവാത്മാവിന്റെ ദൈവകൃപയുടെ കാരണം ഈ ബലഹീനത എന്റെ ജീവിതത്തിലുള്ളത് കൊണ്ടാണ്. But Paul realized the work and the power of the Lord is on me because of this weakness in my life. പ്രൗഢഗംഭീരമായ 10-13 ലേഖനങ്ങൾ എഴുതുവാൻ ദൈവത്തിന്റെ ധനം ജ്ഞാനം അറിവ് എന്നിവയുടെ ആഴമേ എന്ന് പറഞ്ഞുകൊണ്ട് ആഴത്തിൽ കിടക്കുന്ന ദൈവിക മർമ്മങ്ങള് ദൈവ സഭയ്ക്ക് വേണ്ടി ഉയർത്തിക്കൊണ്ടുവരുവാൻ ആ മനുഷ്യനാണ് ദൈവം എടുത്ത് ഉപയോഗിച്ചത്. So that we see Paul in all his letters, he looks at the greatness and the depth and the mystery of the word of God. അതുകൊണ്ട് ഒറ്റപ്പെടുത്തുന്നവരുടെ കുറ്റപ്പെടുത്തുന്നവരുടെ നടുവിൽ നീ ഓർക്കുക, ദൈവം എന്നെ എവിടെയൊക്കെ പരിഗണിക്കാൻ പോകുകയാണ്. And so in the midst of people who mock you, in the midst of people who discourage you, remember that God is going to use you and He's going to test you. എവിടെയോ ഞാൻ അത്ഭുതമായി മാറാൻ പോകുകയാണ്. Somewhere I'm going to be a wonder. നമ്മൾ ഈ കുരുടൻ എന്ന് പറയുമ്പോൾ അവരെ നിസാരമാണെന്ന് വിചാരിക്കരുത്. Don't think it's a simple thing to be blind. ഞാൻ കോഴിക്കോട് ഫിലദൽഫിയ സഭയിൽ ശുശ്രൂഷിക്കുമ്പോൾ അവിടെ 2 കണ്ണ് കാണാത്തവരുണ്ടായിരുന്നു. In one church that I was ministering, there was 2 people there that were blind. എനിക്ക് കോണ്ടാക്ട് ഉണ്ട്. And I still keep in touch with them. യഥാർത്ഥത്തിൽ ഞാൻ ഇങ്ങോട്ട് പോരുമ്പോൾ മണിബ്രദറിനെ വിളിച്ച് വന്ന് പ്രാർത്ഥിപ്പിച്ചിട്ടാണ് പോകുന്നത്. And so even when I was coming this time, I prayed with them. ഇവർ രണ്ടുപേരും ആരാധനയ്ക്ക് വരും. And they both come to church. ഒരാള് പിന്നെ ബ്രെയിലി ബൈബിള് യാതൊരു തട്ടും തടവും ഇല്ലാതെ വായിക്കും. And one of those blind men reads the Braille Bible. മണിബ്രദറിന് ബ്രെയിലി ലാംഗ്വേജ് വായിക്കാൻ അറിയാം. And so one of those brothers can read the Braille language. അതുപോലെ തന്നെ ബാലം ബ്രദർ ഇത് കാണാതെ പഠിച്ചിട്ടാണ് വരുന്നത്. And so another brother just memorizes the word. അദ്ദേഹം കാണാതെ ഒരു പോർഷൻ മുഴുവൻ പറയും. ഞാൻ സമയം കൊടുക്കും. And I will give him time and he recites it from memory. എന്നാൽ കണ്ണ് കാണുന്നവരുടെ കാര്യം പലപ്പോഴും കഷ്ടമാണ്. But it is really tragic, the condition of those who are blind. 10-30 കൊല്ലത്തിനിടയ്ക്ക് പുറപ്പാട് പുസ്തകത്തിൽ ചില വാക്യങ്ങൾ വായിക്കാൻ പറയുമ്പോൾ കതിരമരം കൊണ്ട് ഒരുപാട് പേര് മോശ ഉണ്ടാക്കിയിട്ടുണ്ട്. And so when we are asking them to read passages specifically from Genesis, sometimes they make up things. മേശയാണ് ഉണ്ടാക്കേണ്ടത്, പക്ഷെ വായിച്ചു വരുമ്പോൾ മോശയായി പോകും. And so we say table, but they read Moses. നിലമ്പൂർ ഒരു യോഗം നടന്നപ്പോൾ ഞാൻ അവിടെ ഒരു ബുസ്റ്റാളിൽ നിൽക്കുമ്പോൾ എന്റെ ശബ്ദം കേട്ടോണ്ട് ബാലം ബ്രദർ ചോദിച്ചു, പാസ്റ്ററെ കണ്ടിട്ട് എത്ര നാളായെന്ന്. And so one time I was ministering from the Word of God, and one of the blind brothers came and said, Pastor, I've not seen you in such a long time. കണ്ണ് കാണുന്നവർ പലരും നമ്മളെ കാണുന്നില്ല, കാണാത്തവൻ ശബ്ദം കേട്ടിട്ടെന്നല്ല പറയുന്നത്, കണ്ടിട്ട് എത്ര നാളായെന്ന. And sometimes the people that can see don't even recognize us or give us mind, but the one who is blind is saying, I haven't seen you in a long time. അപ്പോൾ ശിഷ്യന്മാരെ നോക്കിയിട്ട് പറയുകയാണ്, ഇവനോ ഇവന്റെ അമ്മയന്മാരോ തെറ്റിയതുകൊണ്ടാണ് ഇവൻ ഈ ഗതി So the വന്നിരിക്കുന്നത്. disciples are asking Jesus, is it him or his parents that have sinned that he is blind? പക്ഷേ യേശു പറയുന്നു, ഇവനിൽ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടാനായിട്ട് പോകുകയാണ്. But Jesus said it is the work of God that's going to be revealed in him. ആരോഗ്യ ദൃഢഗാത്രനായ ഒരു കുറ്റവും കുറവുമില്ലാത്ത ഞങ്ങൾ ഇവിടെ നിൽക്കുമ്പോൾ ഞങ്ങളിൽ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടാതെ ഇവന്റെ ജീവിതത്തിൽ ദൈവപ്രവൃത്തി വെളിപ്പെടുത്തുവാൻ എങ്ങനെ കഴിയുമെന്നാണ് ആളുകൾ And ചോദിക്കുന്നത്. so people are asking, we're healthy and doing well here, but the work of God is going to be revealed through this blind man. ആ ദൈവപ്രവൃത്തിക്ക് എലിജിബിൾ ആണെന്ന് പറഞ്ഞുകൊണ്ട് ആളുകൾ സർട്ടിഫൈ ചെയ്ത സംഘടന സർട്ടിഫൈ ചെയ്ത പലരുടെയും ചരിത്രത്തിൽ ഒന്നും സംഭവിക്കാതിരിക്കുമ്പോൾ ഒറ്റപ്പെടുത്തിയവരുടെ നടുവിൽ തള്ളിക്കളഞ്ഞവരുടെ നടുവിൽ ആരും അറിയാത്ത നിന്നെ ഒരു അത്ഭുതമാക്കി മാറ്റാൻ ഇന്ന് പകലിന് ദൈവം മതിയായ ദൈവമാണെന്ന്. Our God is able to come into work with people who are isolated, who the world does not want. ഹല്ലേലൂയ.
അവനോടുള്ള ബന്ധത്തിൽ കർത്താവ് പിന്നെ സൗഖ്യമാക്കുന്ന കാര്യം ചെയ്യണം. അവന്റെ കണ്ണിലേക്ക് തുപ്പലുണ്ടാക്കി ചേറുണ്ടാക്കിയത് കണ്ണിൽ പൂശി അവനോട് പറഞ്ഞു ശീലോഹാമിൽ പോയി കഴുകുക. And so we see that the story of the blind man in verse 6 that Jesus makes clay with his saliva and tells him to go wash in the pool of Siloam. ഞാൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവ് ഒന്നാമത് കണ്ണ് കാണാത്ത ഒരാൾ, രണ്ടാമത് കണ്ണ് കാണാത്ത ഒരാളോട് ആരെങ്കിലും കാഴ്ചയുള്ളവൻ പോകാൻ പറയുമോ? And so I'm wondering in my head, first of all, he's blind, but would we ever tell a blind person to go somewhere? കർത്താവ് മാത്രമേ അത് പറയത്തുള്ളൂ. Only Jesus would say that. ഞാൻ എൻ്റെ ജീവിതത്തിലെ ചില പ്രശ്നങ്ങളുടെ പ്രയാസങ്ങളിലൊക്കെ പോയപ്പോൾ ഒരു ചെറുവിരലെങ്കിലും ആരെങ്കിലും അനക്കൽ എൻ്റെ പ്രശ്നത്തിൽ രക്ഷപ്പെടാമായിരുന്നു, പക്ഷേ എന്നെ സഹായിക്കാൻ ആരും തയ്യാറായില്ല. And so when I've gone through difficulties in my life, there was no one to even give me a little help. ആ സമയത്ത് ദൈവം എനിക്ക് തന്നൊരു വചനമാണിത്. And so at that time, this is the word that God gave to me. കർത്താവിന് അത്ര വലിയ തിരക്കൊന്നുള്ള സമയമല്ല. പത്രോസിനെ യാക്കോബിനെ യോഹന്നാനെയോ അവനോട് പറഞ്ഞിട്ട് അവന്റെ കൈക്ക് പിടിച്ച ശീലോഹമിലേക്ക് ഒന്ന് കൊണ്ടുപോകാൻ വേണമെങ്കിൽ കർത്താവിന് പറയാമായിരുന്നു. And I've wondered why Jesus didn't tell one of his disciples to take this blind man to that pool. ആരെയും സഹായത്തിന് കർത്താവ് കൊടുത്തില്ല. But Jesus did not give him anyone to help. കാണാത്തവനോട് പറയാ നീ തനിയെ പോകണം. But Jesus said you go alone. നീ ശീലോഹാമിൽ പോകണം. You need to go this pool of അവിടെ Siloam പോയി കഴുകണം. and wash yourself there. ഇന്ന് പകൽക്കാലം പലരും വിചാരിച്ച രക്ഷപ്പെടാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിലാണെങ്കിൽ ആരും നിന്നെ വിചാരിക്കുന്നില്ല, നീ ഭാരപ്പെടരുത്. ദൈവം നിന്നിലുള്ള കഴിവിനെ തട്ടി ഉണർത്താൻ ആഗ്രഹിക്കുക. Don't think that I am alone, there's no one to help me. He is the one that wakes up your heart. ഈ രണാങ്കണത്തിൽ ഒരു രണവീരനായി പ്രശോഭിക്കാൻ ദൈവം നിന്നെക്കുറിച്ച് ആഗ്രഹിക്കുക. And God wants you to go alone. ഇവനെ അയക്കുന്ന എവിടേക്കാണെന്നറിയോ? You know where he is being sent? ശീലോഹാം കുളത്തിലേക്ക്. To this pool of Siloam. കുളത്തിനൊരു ചരിത്രമുണ്ട്. And that pool has a story. യേശുവിന്റെ കാലത്തിന് 800 വർഷങ്ങൾക്ക് മുൻപ്, Before the time of Jesus, യെഹെസ്കിയാ രാജാവിന്റെ കാലത്ത്, during the time of Hezekiah, ഇസ്രായേലിനെ മുഴുവൻ സെൻഹരീബ് എന്ന് ഉപരോധിക്കാനിടയായി. when Sennacherib was coming against Israel, അവർ ഉറവകളെ മുഴുവനായിട്ട് അടച്ചു. and so he closed all the pools വെള്ളം കുടിക്കാനുള്ള സാധ്യത മുഴുവൻ അവർ ഇല്ലാതെയാക്കി. and shut down so the city could not get water. ആ രാജ്യം കഷ്ടതയിലേക്ക് പോകുകയാണ്. And so that kingdom was going into starvation. ഹിസ്കിയാവ് ഭാരപ്പെട്ടു. And so Hezekiah was worried. അങ്ങനെ ഒരു സാഹചര്യം വന്നപ്പോൾ When that situation came, അവിടുന്ന് 2000 അടി അകലെ ഉള്ള and so 2,000 yards away, ഗീഹോനിലുള്ള ഒരു ഉറവ, and at Gihon there was a stream there. അവിടുന്ന് ഒരു ടണല്, പാറയ്ക്കുള്ളിൽ കൂടി ഒരു ടണൽ ഉണ്ടാക്കുവാൻ And they made a tunnel under the rock. ഹിസ്കിയാവ് തയ്യാറായെന്ന്. Hezekiah was ready. ഒരു പ്രശ്നം വന്നപ്പോൾ, When there was an issue, ഇതുപോലെ ശാസ്ത്ര സാങ്കേതിക മേഖലകൾ ഡെവലപ്പ് ചെയ്യാത്തൊരു കാലത്ത്, it was a time that geology was not developed. സെൻഖരീബിനെ വെല്ലുവിളിച്ചുകൊണ്ട് And looking out and crying out against Sennacherib യെരൂശലേമിൽ സമൃദ്ധമായ വെള്ളം എത്തിക്കുവാൻ, to reach water to ഒരു Jerusalem പ്രശ്നത്തിന് നടുവിൽ in the midst of a problem. ആ രാജാവിന്റെ കഴിവിനെ ദൈവം തട്ടി ഉണർത്തിയെങ്കിൽ, God woke up the skill of this king. ഇന്ന് പകൽ ദൈവത്തെ ആരാധിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, Dear child of God who worships, നിന്നെ അയക്കുന്ന ശീലോഹാം കുളത്തിനൊരു ചരിത്രമുണ്ട്. where he sends you to that pool, there's a വഴി story. അടഞ്ഞപ്പോൾ വഴി തുറക്കാൻ ആ മനുഷ്യനെ എടുത്ത് ഉപയോഗിച്ചതിന്റെ ചരിത്രമാണത്. That's the story where there was no way that God made a way. ആ വെള്ളം കൊണ്ട് കഴുകിയപ്പോഴാണ് അവന് കാഴ്ച തരാനായിട്ട് ദൈവം It ആഗ്രഹിച്ചത്. was when he used that water that he received his sight. അതുകൊണ്ട് നിന്റെ ശീലോഹാമിലേക്കുള്ള യാത്രയിൽ സംശയമുണ്ടാകരുത്. But don't doubt your trip to Siloam. ഇന്ന് പകൽ ഇവിടെ ഇരിക്കുന്ന ചിലരോട് പറയാ, നീ ശീലോഹാമിലേക്കുള്ള യാത്രയിലാണ്. And so some of you, the Spirit is saying you're on this journey to this pool. എന്റെ ശുശ്രൂഷ ഞാൻ ഏറ്റവും ഉന്നതമായ ഒരു തലത്തിലേക്ക് വന്ന 2018 ശേഷമാണ്. And so my ministry changed after 2018. ഒരിക്കലും എനിക്കൊരു ഫോൺ വന്നു, എന്റെ മോനൊരു ഉക്രൈനിൽ വെച്ചൊരു ആക്സിഡന്റ് ഉണ്ടായെന്ന്. And so I received a phone call that my son was in an accident. ആ ആക്സിഡന്റ് ഉണ്ടാകുന്ന ഒരു വെള്ളിയാഴ്ചയാണ്. ഞായറാഴ്ച അവന് വർഷിപ്പ് ലീഡ് ചെയ്തപ്പോൾ പാടിയ പാട്ട് സംഹാരദൂതനെ കടന്നുപോയി, സംഹാരദൂതനെ കടന്നുപോയി എന്നുള്ള പാട്ടാണ്. And so on that Sunday when my son was leading worship, he sang the song that said, "The angel of death has been passed away." വെള്ളിയാഴ്ച ആക്സിഡന്റ് ഉണ്ടായി. And he had that accident earlier in the മൂന്നാം week. ദിവസം കോമയിൽ പോയി. And in the third day he was in a coma. അവിടെ ഞങ്ങളെ വിളിച്ചു പറഞ്ഞു, വെന്റിലേറ്ററിൽ നിന്ന് മാറ്റാൻ പോവുകയാണ്, നിങ്ങൾക്ക് കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഉക്രൈനിലേക്ക് വരാൻ. And so the hospital called us and said, "Hey, he's in a critical condition. We're going to turn off the ventilator. If you want to come and see him, come and see him." ഞങ്ങൾക്ക് പോകാൻ തടസ്സങ്ങളുണ്ടായിരുന്നു. And there was many obstacles for us to go and see him. ഈ രാജ്യത്തുള്ള ഒരുപാട് പേര് പ്രാർത്ഥിച്ചു. And so many people in this country prayed എന്റെ for us. ബ്രദറിലോ ജോയി ശുശ്രൂഷിക്കുന്ന സഭയിലുള്ളവർ പ്രാർത്ഥിച്ചു. And where my brother-in-law ministers, that church ഞങ്ങൾ അവിടെ prayed. എത്തി. And we reached there. അവിടെ എത്തിയപ്പോൾ 4 കാര്യമാണ് ഡോക്ടേഴ്സ് ഞങ്ങളോട് പറഞ്ഞത്. And the doctors told us certain things. ട്രക്കോസ്റ്റമി ചെയ്തിട്ടുള്ളത് കൊണ്ട് ഇനി അവൻ ശബ്ദിക്കത്തില്ല. And they said because he has a tracheostomy, ഇനി he തിരിച്ചു won't കിട്ടിയാൽ talk. ഒരു വെജിറ്റേറ്റീവ് He സ്റ്റേറ്റിലായിരിക്കും. will be in a vegetative state for the rest of his life. മെഡിസിൻ കണ്ടിന്യൂ ചെയ്യാൻ പറ്റത്തില്ല.
മെഡിസിന്റെ പഠനം കണ്ടിന്യൂ ചെയ്യാൻ He പറ്റത്തില്ല. cannot continue his study of medicine. എല്ലാ മേഖലകളിലും അവനെ തിരിച്ചു കിട്ടിയാൽ നിങ്ങൾക്ക് പ്രയോജനം ഉണ്ടാകത്തില്ല. And so in any way, if he's still living, he is of no use. പക്ഷേ 9-ാം ദിവസം കോമയിൽ നിന്ന് പുറത്തു വന്നു. And on the 9th day, he came out of that coma. മെഡിക്കൽ സയൻസ് വേച്ചു വിറച്ചു നിൽക്കുന്ന ഞാൻ കണ്ടതാണ്. And I saw medical science trembling and not knowing what to ദൈവം do. അത്ഭുതം പ്രവർത്തിക്കുവാനിടയായി. God did the wonder there. അവന്റെ കോഴ്സ് പൂർത്തീകരിച്ചു. He finished his coursework. കഴിഞ്ഞ മാസം അവൻ ഇന്ത്യയിലുള്ള എക്സാം പാസ്സാകുവാനിടയായി. And he passed his MD exam. ഞങ്ങളുടെ കൺവെൻഷൻ വന്ന ആ സാക്ഷ്യം പറഞ്ഞത് പാട്ട് പാടിക്കൊണ്ട് തന്നെയാണ്. And he came to our convention and testified through ഡോക്ടേഴ്സ് song. എന്തൊക്കെ പറഞ്ഞു നടക്കത്തില്ലെന്ന് അത് മുഴുവൻ ദൈവം സാധ്യമാക്കി. Whatever the doctor said wouldn't happen, God made it happen. ഞങ്ങളുടെ ശുശ്രൂഷയിലെ ഏറ്റവും വേദനയിലൂടെ കടന്നുപോയപ്പോൾ ആ പ്രശ്നം കഴിഞ്ഞപ്പോൾ അടുത്തൊരു തലത്തിലേക്ക് ദൈവം ഉയർത്തുവാനിടയായി. And so when our ministry was going through trouble, after we faced that, God took the ministry to the next level. ഇന്ന് പകൽ നിന്റെ ജീവിതത്തിൽ എത്ര ഞെരുക്കമുണ്ടെങ്കിലും നിന്നെ ഉയർത്താൻ ദൈവം മതിയായ ദൈവമാണ്. He is the God that is able to exalt you if you're going through a trouble. ഇസ്രായേലിന്റെ ദൈവം പറഞ്ഞു, കഴുകൻ കൂടനൊക്കെ കുഞ്ഞുങ്ങളെ പറക്ക പഠിപ്പിക്കുന്ന പോലെ ഞാൻ നിന്നെ പറക്ക പഠിപ്പിച്ചു. I'm going to teach you as God told Israel, as an eagle teaches its chicks to fly, I'm going to teach ഈ you. രാജ്യത്ത് വ്യക്തിപരമായിട്ട് ദൈവത്തിന്റെ കൃപ കൊണ്ട് പറന്നു നിൽക്കുവാൻ പിടിച്ചു നിൽക്കുവാൻ ദൈവം ഒരു കൃപ നിനക്ക് നൽകി തരികയാ. God is going to give you a grace to stand in this അതിന്റെ country. നന്മ നിന്റെ ജീവിതത്തിന്മേൽ പകരാൻ ദൈവം ആഗ്രഹിക്കുക. And he is going to give that to you. എത്ര പേര് വിശ്വസിക്കുന്നു? How many of you believe? ഈ വചനത്തിലൂടെ വ്യാപരിക്കുന്ന ഒരു പെന്തക്കോസിന്റെ ശക്തിയുണ്ട്. There is a Pentecost power that's going through this word. ഇതുവരെ ഉപയോഗിക്കപ്പെട്ടതിനേക്കാൾ കൂടുതലായി 2025 നീ ഉപയോഗിക്കപ്പെടാൻ ആഗ്രഹിക്കുകയാണ്. Or in the past in 2025, God wants to അതുല്യമായ use you. ദൈവകൃപയുടെ യാബാർ അരീദാലബ ശംദാരാദാലദാലബ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ശക്തി നിന്റെ മേൽ ഇന്ന് പകൽ ദൈവം പകരാൻ ആഗ്രഹിക്കുക. And God wants to pour that power on you in this morning. ഹല്ലേലൂയ. Amen. ആ കൃപ പ്രാപിച്ച ക്രിസ്തുവിന്റെ ദൈവമഹത്വത്തിന്റെ പ്രദർശനശാലകളായി. And so be people that carry that power. പ്രശോഭിക്കാൻ ദൈവം നിങ്ങൾക്ക് എല്ലാവർക്കും കൃപ തരട്ടെ. May God give you that grace. എനിക്ക് ഇങ്ങനെ അവസരം നൽകിയ എൻ്റെ പ്രിയ സ്നേഹിതൻ പാസ്റ്റർ മനു തോമസിനോട് സഭയോട് പ്രിയപ്പെട്ട എല്ലാവരോടുമുള്ള സ്നേഹവും സന്തോഷം അറിയിക്കുന്നു. And I give my thanks to Pastor Manu who gave me this time and to this church. വളരെ പവർഫുള്ളായി പ്രിയ കർത്തൃദാസൻ അത് ട്രാൻസ്ലേറ്റ് ചെയ്തു. പ്രത്യേകമായി നന്ദി. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. May God bless all of you with these words.